ഗൈസ് അറിയാലോ കഴിഞ്ഞ സീസണിലെ ISL ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്നു ദിമി, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ. അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് ഇടയ്ക്ക്. എന്താണേലും ദിമിക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരുന്ന താരമായിരുന്നു റോയ് കൃഷ്ണ. 13 ഗോളുകൾ തന്നെയാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. ഒഡീഷ FC ഒരു സുപ്രധാന പ്ലെയർ ആയിരുന്നു അദ്ദേഹം. സോ ഇപ്പോൾ റിപ്പോർട്ട്സ് ഇപ്പം 90 സ്റ്റോപ്പേജ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അദ്ദേഹം ഒരു വർഷത്തേക്ക് കൂടിയുള്ളൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലബ്ബുമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം റോയ് കൃഷ്ണ ഏറെ വർഷങ്ങളായിട്ട്, അതായത് 2019 മുതൽ ISL കളിക്കുന്ന പ്ലെയറാണ്. എവറി സീസൺ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. വൺ ഓഫ് ദി ടോപ്പ് സ്കോറേഴ്സിൽ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പല ഒരു ക്വാളിറ്റീസ് ഉണ്ട്. ഒരു ക്രിയേറ്റീവ് പ്ലെയർ എന്ന നിലയിലാണെങ്കിലും ഒക്കെ അദ്ദേഹം നമുക്കറിയാം റൈറ്റിലൂടെ റണ്ണും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ആ ഒരു കാര്യം പറയുമ്പം എസ്പെഷ്യലി ഇപ്പോൾ KBFCക്കെതിരെയുള്ള ലാസ്റ്റ് പ്ലേ ഓഫ് മത്സരത്തിലേക്ക് ഒരുവിധം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിലും അദ്ദേഹത്തിന് ഇപ്പോൾ 36 വയസ്സായി. ഈ ഓഗസ്റ്റിലോ മറ്റോ 37 ആകും. സോ ഏജ്ഡായിട്ട് വരികയാണ്. ഇനി എത്ര 1-2 സീസണൊക്കെ മിക്കവാറും റോയ് കൃഷ്ണയുടെ ഒരു സേവനം കിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ആ ഒരു പീക്ക് ഫോമിൽ തന്നെയാണ് ഒഡീഷയ്ക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഡീഷ FC പറ്റി പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, അവർ ഓൾറെഡി ഇപ്പം കാർലോസ് ഡെൽഗാഡോയുടെ ഒരു എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. ഒരു വർഷത്തേക്കും കൂടെ നടത്തുമെന്നുള്ളത്. മാത്രമല്ല അഹമ്മദ് ജാഹു, അതുപോലെ ഡീഗോ മൗറിഷ്യോ കോൺട്രാക്റ്റ് ഉള്ള പ്ലേയേഴ്സാണ് അടുത്ത വർഷം കൂടി. ഇനിയിപ്പം സൈഗോഡാഡിന് പകരക്കാരൻ എന്ന നിലയിൽ ബോമസിനെ നോക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ വലിയ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നല്ല എങ്കിലും ബോമസ് അറിയാം ലൊബേറ ആയിട്ടാണ് ആദ്യം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നീട് മുംബൈ സിറ്റിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഗോവയ്ക്ക് പുറമെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബോമസിന് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. മോഹൻ ബഗാനിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ ടീമിൽ നിന്ന് തന്നെ സ്ക്വാഡിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ 2026 വരെ കോൺട്രാക്റ്റുള്ള പ്ലെയറാണ്. അപ്പം ബോമസ് ഇപ്പോൾ മോഹൻ ബഗാനുമായിട്ട് ഇടപെട്ടിട്ട് ഒന്നെങ്കിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ഒഡീഷയ്ക്ക് വിൽക്കണോ എന്നൊക്കെയുള്ള ഒരു റിക്വസ്റ്റൊക്കെ കൊടുത്തു എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞാൽ അങ്ങനെ റിലയബിൾ സോഴ്സസിൽ നിന്നല്ല, പക്ഷേ ബോമസിന് ഈ പറഞ്ഞാലോ ആ ഒഡീഷയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. എനിവേ ഒഡീഷ FC മറ്റു ചില ഇന്ത്യൻ താരങ്ങളെ കൂടി ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം ബിപിൻ സിംഗ്, അദ്ദേഹവും ലൊബേറയ്ക്കൊപ്പം വർക്ക് ചെയ്ത പ്ലെയറാണ്. അപ്പം മുംബൈ സിറ്റി FC അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കുറവാണ്. അപ്പം നല്ലൊരു റൈറ്റ് വിങ്ങർ ഉറപ്പായിട്ട് ഒഡീഷ FCക്ക് ആവശ്യമാണ്. അതുപോലെ പ്രിൻസ്റ്റൺ റബല്ലോ പോയൊരു സാഹചര്യത്തിൽ രോഹിത് കുമാറിനെ കൊണ്ടുവരുന്നുണ്ട്. അത് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. അത് ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. എന്താണെങ്കിലും അടുത്ത സീസണിൽ ഈ സീസണേക്കാൾ ഒഡീഷ FCയുടെ ഒരു സ്ക്വാഡ് ഒരു ഡെപ്ത് വർദ്ധിക്കുന്നു, മികച്ച താരങ്ങളെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത സീസണിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ സീസണേക്കാൾ ഒഡീഷ FCയെ ഭയക്കേണ്ടി വരുമെന്നൊക്കെയുള്ളതാണ് ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ആൻഡ് ഒപ്പീനിയൻസ് കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ